ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇടി പെട്ടെന്നാകട്ടെ, അത് കൊണ്ടുപോയി കളാ. ശരി മുത്തശ്ശി. നിന്നിൽ നിന്ന് ഞങ്ങൾ എന്ത് രഹസ്യം മറച്ചു വെച്ചു എന്നാ? എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലെടുത്തു വെക്കുക, എന്നിട്ട് അങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങുക. അതല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നേ. എന്നെ കൺമുമ്പിൽ കണ്ടുകൂടായെങ്കിൽ ഞാൻ അങ്ങ് പൊയ്ക്കോളാം. ഇങ്ങനെ ഉറങ്ങാതെ സ്വബോധം വിട്ടു നടക്കുന്നത് കാണുമ്പോ വേദനയുണ്ട്. ആരും എനിക്ക് വേണ്ടി വേദനിക്കണ്ടാമേ. അതിനൊക്കെ ഏറ്റവും ആദ്യം അവകാശമുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, എന്റെ മോള്. അച്ഛനെ അവള് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ആരും മനസ്സിലാക്കുന്നതിൽ പ്രയോജനവുമില്ല. ദേവേട്ടാ, എനിക്ക് അവനെ ഒന്ന് വിശ്രമിക്കാൻ വിട ശോതേ. അല്ല, താൻ എന്താ പറഞ്ഞത്? താൻ എന്താ ഇപ്പൊ എന്നോട് പറഞ്ഞു വന്നത്? തനിക്കെന്തോ എന്നോട് പറയാനുണ്ടെന്നല്ലേ? അല്ല, കുടിക്കാൻ എന്തേലും എടുക്കണോന്ന് ചോദിക്കാൻ വന്നതാ. എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചാ ഇല്ല. പക്ഷേ എത്ര നാൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒളിക്കാൻ പറ്റുമോ ചോദേ? മുത്തശ്ശിയാണല്ലോ. ഹലോ മുത്തശ്ശി. പ്രിയങ്കേ, വരുൺ എന്ന രാധിക ഇവിടെ അന്വേഷിച്ചു വന്നില്ലേ? ദേവൻ അതിലെന്തോ സംശയം കയറിയിട്ടുണ്ട്. എന്താ മുത്തശ്ശി? അവൻ വന്നതിൽ എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ദേവൻ കൂടെ കൂടെ ചോദിക്കുന്നുണ്ട്. അയ്യോ, പ്രശ്നമാവോ മുത്തശ്ശി? പ്രശ്നം ആകാതിരിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത്. അന്ന് നീ അവളുടെ കഴുത്തിൽ നിന്ന് താലി ഊരിയെടുത്തില്ലേ? അതെവിടെയാ വെച്ചിരിക്കുന്നേ? ഇവിടെ മുറിയിൽ എന്റെ ബാഗിലുണ്ട്. അതവിടെ വെക്കാൻ പാടില്ല. ഏതെങ്കിലും വിധത്തില് ആരുടെയെങ്കിലും കണ്ണിപ്പെട്ട അപകടമാ. പരമേശ്വരനും പത്മിനിയോടും ഒക്കെ നീ ഇത്രയും നാള് കള്ളം പറഞ്ഞതാണെന്ന് അവര് വിശ്വസിക്കും. മാത്രമല്ല, ആ താലി ഒരിക്കലും നിന്റെ അച്ഛൻ കാണാൻ പാടില്ല. മുത്തശ്ശി പറ, അതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? അതെടുത്ത് ഏതെങ്കിലും ഒരു അഴുക്ക് ചാലിലോ കുളത്തിലോ കൊണ്ടുപോയി കള. അതാവുമ്പോ പിന്നെ ഒരിക്കലും ഒരു കാരണവശാലും ഒരാളുടെ കയ്യിലും അത് കിട്ടില്ല. നീ ഇപ്പൊ തന്നെ അതങ്ങ് ചെയ്തോ. മുത്തശ്ശി, ഇതും കൂടെ ചെയ്യുന്നതോടെ എല്ലാം സേഫ് ആയിരിക്കുമല്ലോ അല്ലേ? നീ അങ്ങനെ തന്നെ വിചാരിച്ചോ? അഥവാ ഇനി ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്താ മതി. ഇടി പെട്ടെന്നാകട്ടെ, അത് കൊണ്ടുപോയി കളാ. ശരി മുത്തശ്ശി. എന്റെ ഭഗവാനേ,
മോളെ ഒന്നിങ്ങി വന്നേ, ഒന്ന് പിടിച്ചേ. മോളെ, ആന്റി ഫിദ മേഡത്തിനെ കാണാൻ വന്നതാ. ഫിദ മേഡം ഓഫീസിലില്ലല്ലോ, എങ്ങോട്ട് പോയി? ഫിദ മാഡം ഇപ്പൊ വരാറില്ല. അയ്യോ, എന്തു പറ്റി? എന്തു പറ്റിയെന്ന് അറിഞ്ഞൂടാ, വന്നിട്ടില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഫിദ മേഡത്തിനോട് പറയാനുള്ള കാര്യം നിങ്ങളുടെ ടീച്ചറില്ലേ രാധിക, അവരോട് പറഞ്ഞാലും മതി. മോളെന്നെ ടീച്ചറിന്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോവോ? അയ്യോ, രാധിക ചേച്ചി ഇപ്പൊ വരാറില്ല. അല്ല, മോള് സത്യമല്ലേ പറയുന്നേ? അതെ, എന്താ ആന്റി? അമൃത മാഡം, ഫിദ മാഡത്തിന് രാധിക ചേച്ചി അന്വേഷിച്ച് പിന്നെ ഒരാൾ വന്നു. എവിടെ? ദോ അവിടെ ഉണ്ട്.